ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അത് കംപ്ലീറ്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലനവും ഇതിൻ്റെ ഫ്ലവറിങ് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റാണ് വളർത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് പൂക്കളൊക്കെ ആയിട്ടുണ്ട്, കണ്ടോ. പുതിയ പൂമുട്ടുകൾ ഒരുപാട് നമ്മുടെ ചെടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ് ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ഇതുപോലെ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്ലാന്റ് അഴുകാതെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം കൂടുതൽ നമ്മൾ മണലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മുടെ ഫ്ലവറിങ് ആവാറായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലൊക്കെ മുട്ടുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂവാണ്, അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കലാത്തി ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന കലാത്തിയാണ് പീകോക്ക് വെറൈറ്റി കലാത്തിയ. അപ്പം ഇതും ഈ ഒരു അടുത്തൊരു നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3-4 വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ചെടികളുടെ പരിപാലനം എങ്ങനെയാണ്, അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും വളപ്രയോഗങ്ങളും മറ്റൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടരുത്. കാരണം സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അഗ്രഭാഗമൊക്കെ കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം വെയിൽ വേണ്ടാതെ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു ചെടിയുടെയൊക്കെ ലീഫ് തന്നെയാണ് കൂടുതൽ അട്രാക്ഷൻ. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ പോട്ടിൽ ഞെരുങ്ങി വളരുന്നൊരു പ്ലാന്റ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കലാത്തിയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. പൊതുവെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റുന്നൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമേ ഞാൻ പറയാം. കലാത്തിയ പ്ലാന്റ്സിന് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ, നല്ല വയലറ്റ് കളറിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിവശമൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അടുത്ത വെറൈറ്റി. കണ്ടോ, ഇതിൻ്റെ ലീഫിൻ്റെ ഒക്കെ ഡിസൈൻ കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ലീഫിൻ്റെ ഷേപ്പും അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ വ്യത്യാസമാണ് ഓരോ പ്ലാന്റ്സിനും, ഓരോ കലാത്തിയ വെറൈറ്റീസിനും. അപ്പോൾ നമ്മുടെ കലാത്തി ചെടികൾ, ഇത് പേപ്പർ കലാത്തി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കണ്ടോ, നല്ല പേപ്പർ പോലെയാണ് എൻ്റെ ലീഫ്, നല്ല വൈറ്റ് കളറിൽ. അതിൻ്റെ വശങ്ങൾ മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, ഇതുപോലെ ബുഷ്, ഞാൻ ചെറിയൊരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് എളുപ്പമാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ, നല്ല ഡാർക്ക് വയലറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒന്നും ലീഫിലൊരു കാരണം വെച്ചാലും ഒരല്പം പോലും സൺലൈറ്റ് അടിക്കരുത്. കാരണം സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് കരിയും. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറിൽ നല്ല ഫ്രഷ് ആയിട്ട് പ്ലാന്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അടിക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ തൈകൾ ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ നമ്മൾ പോട്ടിംഗ് മിക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റ്സിന് പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടിയാണ്. മണൽ ഇമ്പോർട്ടൻ്റ് ആണ്. മണൽ ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുമ്പോൾ മഴയൊക്കെ ആണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം വാർന്ന് പോയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വളപ്രയോഗമൊന്നും നമ്മൾ ഈ ഒരു പ്ലാന്റിന് ചെയ്യരുത്. അപ്പം നടുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടൊന്ന് നട്ട് കൊടുക്കുക, അതല്ലാതെ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല നാരുവേരാണ് നമ്മുടെ ചെടിക്ക് വരുന്നത്. നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അങ്ങ് വളർന്നോളും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പോട്ടിൽ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക, ഡ്രെയിനേജ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ്, ഇതിൻ്റെ ചുവട് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് റെയിനി സീസണൊക്കെ ആവുന്ന സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ മഴവെള്ളം നനയാതെ നമ്മൾ ഷെയ്ഡിലേക്ക് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഫംഗിസൈഡ്സ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ലിക്വിഡായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് മഴയൊക്കെ ആകുമ്പോൾ പൂപ്പൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ലീഫിൻ്റെ ഡിസൈൻ നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, ഡബിൾ ഷെയ്ഡാണ് വരുന്നത്, വൈറ്റും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ ലൈൻസ് പോലെ കാണുന്ന ഭാഗം കുറച്ച് പൊങ്ങിയിട്ടും ഈ ഒരു വൈറ്റ് കളർ കുറച്ചൊന്നും താന്നിട്ടുമാണ് ഇരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഒരു പേപ്പറിലൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോട്ടിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പോട്ടിലാണ് ഞാൻ ഈ ഒരു വെറൈറ്റി ഈ ഒരു കലാത്തിയ വെച്ചേക്കുന്നത്. അപ്പോൾ പല കലാത്തിയ പ്ലാന്റ്സും പല രീതിയാണ്, കാരണം അതിൻ്റെ വലിപ്പമായാലും ലീഫിൻ്റെ ഷേപ്പ് ആയാലും ഒക്കെ. അപ്പം ഈ ഒരു കലാത്തിയൊക്കെ ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള പോട്ടുകളിൽ വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തൈകൾ ഇളക്കുമ്പോൾ കണ്ടോ, സ്റ്റെം ഇതുപോലെയാണ് വരുന്നത്, കുഞ്ഞു കുഞ്ഞ് തണ്ട് കണ്ടോ.
എന്നിട്ടാണ് ലീഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സ് ഒന്ന് ഫുൾ തട്ടിയെടുത്തതിന് ശേഷം ഓരോ പ്ലാന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ വേരും തണ്ടും ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി കലാത്തിയൊക്കെ നമുക്ക് അതുപോലെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളിൽ നിന്ന് ഞാൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ നമുക്ക് ഇളക്കി വെച്ച് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ കലാത്തിയുടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂക്കൾ മാറിയിട്ട് ഇതിൻ്റെ വശങ്ങളിലായിട്ടൊക്കെ തൈകൾ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് എൻ്റെ ഉണ്ട്, ഞാൻ അതൊന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന തൈകളെല്ലാം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ പൂക്കൾ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. കണ്ടോ, പൂക്കൾ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ എളുപ്പത്തിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മുടെ ഈ ഒരു കലാത്തിയ ചെടിയിൽ അങ്ങനെ പൂക്കൾ ഉണ്ടാവാറില്ല. അത് സീസണിലാണ്. പൂക്കൾ ഉണ്ടായാൽ തന്നെ ആ പൂക്കൾ തൈകളായി മാറാറുമില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ഈ കലാത്തിയ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി കലാത്തിയെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ ഇളക്കി വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചുവട് പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. കണ്ടോ, അപ്പോൾ ഈ ഒരു കലാത്തിക്ക് അധികം ഹൈറ്റിൽ വളരുന്ന വെറൈറ്റീസ് അല്ല. അതായത് ഈ ഒരു ഇതാണ് ഇതിൻ്റെ മിനിമം ലെവൽ ഹൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ മഴയത്തിരുന്നാലും നമ്മുടെ പ്ലാന്റ് നശിക്കാതിരിക്കും. പക്ഷെ വെയിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം എന്താ കണ്ടോ, ഇവിടെ എൻ്റെ കലാത്തിലെ 1-2 ലീഫെല്ലാം എന്താ വിട്ടിലോ മറ്റോ തിന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ലീഫാണ് കൂടുതൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയുള്ള ഘടകം. അപ്പം ലീഫുകളിൽ ഇതുപോലെ ഡാമേജ് വന്നാൽ ആ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഭംഗി അങ്ങ് നഷ്ടപ്പെടും. അപ്പം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സും മറ്റൊക്കെ ഇതിനൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ കലാത്തി ചെടികളുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.